കുറ്റബോധ പിശാച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ തകർന്നു പോകും. നാളൊരുത്തം വന്നതാ, വെള്ളമടിച്ച് വന്നപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ എന്തിനാടാ ഇങ്ങനെ അടിച്ച് പൂസായി വന്നേന്ന് ചോദിച്ചു. അമ്മയ്ക്കോട്ട് ഒറ്റ തൊഴി കൊടുത്തു. അമ്മ വീണു നടുവൊടിഞ്ഞു മരിച്ചു. ഈ കുറ്റബോധം കൊണ്ട് ഇവ നടക്കുക. വെള്ളം അടിക്കും, കുറ്റബോധവും പറയും. ഈ സർവ്വധ്യാന കേന്ദ്രങ്ങളും കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഒരു പ്രവൃത്തി ജീവിതം മുഴുവൻ കുറ്റബോധമായിട്ട് നടക്കേണ്ടി വരും. ഒരു തോന്നലിന് പോയി തൂങ്ങിച്ചെത്ത് കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ കുറ്റബോധം ഉണ്ടാവും, മനപ്രയാസം ഉണ്ടാവും, ജീവിതത്തിൻ്റെ പരാജയങ്ങളുണ്ടാവും, കുറ്റപ്പെടുത്തലുകളുണ്ടാവും, തിരുത്തലുകളുണ്ടാവും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഈ കുറ്റബോധ പിശാചിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. നല്ലൊരു കുമ്പസാരം നടത്തി ജീവിത നവീകരണം നടത്തി, വേണ്ടി വന്നാൽ അമിതമായ ചിന്ത കയറി വരുന്നുണ്ടെങ്കിൽ മരുന്നും കൂടെ കഴിച്ച് കർത്താവ് നിങ്ങളെ രക്ഷപ്പെടുത്തും. കുറ്റബോധം കൊണ്ട് വിഷമിക്കുന്നവർ ഫോൺ നമ്പറിൽ കൗൺസിലിങ്ങിന് വിളിക്കാൻ 9447465414. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമേ. അമിതമായ കുറ്റബോധത്തിൽ നീ മക്കളെ രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.